ഹായ് ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലക്കറിയാണല്ലോ മുരിങ്ങയില. അത് വെച്ചിട്ട് ഒരു തോരനാണ്. അപ്പോൾ ഇത് നമുക്ക് മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്ന് വരുമ്പോഴേക്കും നമ്മളിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നതാണ്. ഇത് അരിഞ്ഞെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വെള്ളമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മളിതൊന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനൊരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവോള, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. 2 സവോള എടുത്തിട്ടുണ്ട്. 3-4 വെളുത്തുള്ളിയും 5-6 പച്ചമുളക് എരിവിനാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. മുരിങ്ങയില അരിഞ്ഞെടുത്ത് വെച്ചതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തെടുത്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.25 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിരുമുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിക്കോളും. പിന്നെ നമുക്കിതിലേക്കൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒട്ടുമേ വെള്ളം ചേർക്കാതാണ് ഇത് നമ്മൾ തോരനാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് തിരുമ്മിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ ജീരകവും പിന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചീരത്തോരനും അതുപോലെ തന്നെ മുരിങ്ങയില തോരനൊക്കെ അരി ഇങ്ങനെ വറുത്തിടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ചെറിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങയും ഇതുപോലെ ഇടുന്നത് കറികൾക്കും തോരനുമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം തിരുമ്മി വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിലും ആ മുരിങ്ങയിലയുടെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നോളും. നമ്മൾ വേറെ ഒന്നും വെള്ളം ചേർക്കണ്ട. ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ മുരിങ്ങയില എല്ലാവരുടെ വീട്ടിലൊന്നും കാണത്തില്ലല്ലോ. കിട്ടുമ്പോഴനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എനിക്കും ഇതുപോലെ കിട്ടിയതാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുമൊന്നും വേണ്ട. അതുപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുക നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു തോരനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.